ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിഷയുടെ ഏട്ടത്തിയും കല്യാണിയും താലികെട്ടൊക്കെ കണ്ട് മടങ്ങുകയാണ്. അപ്പോൾ നിഷയുടെ ഏട്ടത്തി പറയാണ് കല്യാണിയോട്, എവിടെയായിരുന്നാലും അവൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നാൽ മതിയായിരുന്നു. അതിനിത്തിരി പ്രയാസം മോളെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതമാണ് ഏറ്റവും വലിയ പാഠമെന്ന്. ആരെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കടായിട്ട് തന്നെ നിൽക്കും. അതിന് പിന്നെ മുതലും പലിശയും ചേർത്ത് പിഴ അടയ്ക്കേണ്ടിയും വരും. നമുക്ക് പിന്നെ ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാവുന്നത് നല്ലതാ. കല്യാണി പറയാണ് നിഷയുടെ ഏട്ടത്തിയോട്, നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ എത്രത്തോളം ശിക്ഷിക്കപ്പെടുന്നോ അതിനനുകൂലമായിട്ട് തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഉണ്ടാക്കിത്തരും. അതെൻ്റെ വിശ്വാസമല്ല, അതെൻ്റെ അനുഭവമാണ്. മേഘനയോട് പറയാണ്. നീ വാ. അങ്ങനെ അവർ പോകുന്നത് തന്നെ രാഹുൽ മുകളിൽ നിന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അതായത് അവർ പോയി കഴിയുന്നത് വരെ അയാൾ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം അകത്തേക്ക് പോയി. മണ്ഡപം ചുറ്റലൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ഇപ്പോൾ നടക്കുവാണ്. അപ്പോഴാണ് രാഹുലിൻ്റെ ഫോണിലൊരു കോൾ വന്നത്. അപ്പോൾ വിളിച്ചത് സരയുവാണ്. അപ്പോൾ സരയു ചോദിക്കുകയാണ്, മനുവേട്ടൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഇവിടെ ഞങ്ങളൊരു ഫംഗ്ഷനില്ല മോളെ. എന്ത് ഫംഗ്ഷൻ? ഒടുക്കൻ രാഹുൽ പറയാണ്, ഇന്നവൻ്റെ കല്യാണോ? വട്ട് പറയരുത് കേട്ടോ. അവന് സ്വതവേ വട്ടാണല്ലോ, അപ്പോൾ ആരും സ്വീകരിക്കില്ലല്ലോ പറഞ്ഞാൽ. അത് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അതിന് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു. എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും വന്നേനല്ലോ. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്കങ്ങ് പോകണം. അപ്പോൾ സരയു പറയാണ്, എന്നാൽ ഫ്രീ ആവുമ്പോൾ വിളിക്കാൻ പറയണേ. ഇന്ന് ഫ്രീ ആവുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അങ്ങ് പറഞ്ഞാൽ മതി. തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി തലയ്ക്ക് വെളിവില്ലാതാകുന്നത് നിനക്കാ. പിന്നെ മനുവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പറയാണ്, മോളാ വിളിച്ചത്. അപ്പോൾ അവൻ മുഖത്തിട്ട മുല്ലയൊക്കെ മാറ്റിയിട്ട് പറയാണ്, ഓ അത് ശരി. രാഹുൽ പറയാണ്, അവർ പോയി. കണ്ടു. അപ്പോൾ അവൻ്റെ മനോഹറിൻ്റെ ചങ്ങായി പറയാണ്, ഇങ്ങനെ മുഖംമൂടിയൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോയിൽ മുഖം കാണില്ല. അതുകൊണ്ട് നല്ല വെളിച്ചത്തിൽ ഫോട്ടോ എടുക്കാം. പുറത്തു നിന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ തിരുമേനി? രാഹുൽ ചോദിക്കുക. കഴിഞ്ഞല്ലോ, ചടങ്ങൊക്കെ കഴിഞ്ഞ്. എന്നാലേ നമുക്ക് ഈ വേഷമൊക്കെ മാറ്റിയിട്ട് പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ നിഷയുടെ അമ്മ പറയാണ്, അങ്ങനെ ആഡംബരം ഇത്തിരി കുറഞ്ഞാലും ആ ചടങ്ങ് നല്ല നിലയിൽ അങ്ങ് കഴിഞ്ഞു. അതെ, എന്തോന്ന് അതേന്ന്. ചാവാനായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ, കൂടെ അവളുടെ കൂട്ടുകാരിയും. പോകാൻ പറഞ്ഞിട്ടാണെങ്കിൽ പോകുന്നുമില്ല. നാശങ്ങൾ. ആരുടെയും ശാപം ഈ സമയത്ത് പിടിച്ചു വാങ്ങല്ലേ വിലാസിനി. എന്നിട്ട് രാഹുലിനെ നോക്കിയിട്ട് പറയാണ്, അല്ലേടോ? അതെ. പിന്നെ രാഹുൽ മനസ്സിൽ കാണുകയാണ്, ശാപം പിടിച്ചു പറ്റിയില്ലെങ്കിലും ഇനി തൻ്റെ മോളുടെ ജീവിതം ശവപ്പറമ്പ് പോലെയാ. പിന്നെ പല വിധത്തിലും പല മോഡലിലായിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പം മനു മനസ്സിൽ കാണുകയാണ്, കൂടുതലൊന്നും എടുക്കാത്തതാ നല്ലത്. 1 വർഷത്തെ ദാമ്പത്യത്തിന് ഇത്രയും ഫോട്ടോസ് വേണോ? രാഹുൽ എല്ലാം മാറി നിന്ന് ശ്രദ്ധിക്കുകയാണ്, ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ മനു കണ്ടിട്ട് വിളിക്കുകയാണ്, അങ്കിളെ വാ അങ്കിളെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും വന്ന് ഓരോരുത്തരായി മാറി നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. നിഷയുടെ അച്ഛൻ തന്നെ വിളിക്കുകയാണ്, താൻ എവിടെ പോയി കിടക്കാടോ, വാ ഫോട്ടോ എടുക്കാം. വരാം. ഇവനൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്താൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കുഴയുമല്ലോ. ഒന്ന് അങ്ങോട്ട് നോക്കി പുഞ്ചിരിക്കങ്കിളെ, മനു പറയാ. 2 അമ്മായി അച്ഛനും അപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ മനു മനസ്സിൽ എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മൂത്ത മോളെ ഓടിച്ചിട്ട് ഇളയ മോളുടെ കല്യാണം ആഘോഷിക്കുക, രാഹുൽ മനസ്സിൽ വിചാരിക്കുക. ദുരന്തമാ ശിവദാസ, ഇനി നിന്റെ സന്തതിക്ക് ദുരന്തം. സ്മൈൽ പ്ലീസ്. അത്രയ്ക്ക് ചിരി വേണ്ടെങ്കിൽ അങ്കിൾ. അങ്ങനെ ഫോട്ടോസൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് എല്ലാവരും നിന്നിട്ടുള്ള ഒരു ഫോട്ടോസ് കൂടി എടുത്ത് അതിനുശേഷം കാണിക്കുന്നത്. പിന്നെ മനു രാഹുലിന് കൈ കൊടുത്തിട്ട് പറയാണ്, താങ്ക്സ്, നല്ല മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എന്നിട്ട് രാഹുലിനോട് ചോദിക്കുകയാണ്, എടാ രാഹുലേ, 10ൽ എത്ര മാർക്ക് കൊടുക്കാടാ? 10ൽ 9 മാർക്ക് കൊടുക്കാം. അപ്പം മനു, ഞാനൊരു 9.5 കൊടുക്കും. കളിയാക്കാൻ നിൽക്കണ്ട, നിനക്കൊക്കെ ഇതിനെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പം മനു പറയാം, ദൈവം കരുതി വെച്ചിരിക്കുന്നതാ തനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എടാ സൺലേ, ഞാൻ പറഞ്ഞില്ലേടാ, സംസാരിക്കാൻ കഴിയാത്തൊരു സ്ത്രീയെയാ ആയ കാലത്ത് ഇയാൾ ചതിച്ചു കളഞ്ഞത്. ഒന്ന് ചുമ്മാതിരിയടാ, ലോകത്തുള്ള എല്ലാവരോടും ഇത് കൊട്ടിഘോഷിക്കണോ? അപ്പോൾ അത് കേട്ടിട്ട് സനൽ പറയാണ്, അല്ല എന്നാലും അത് വലിയ മോശമായിപ്പോയി അങ്കളെ. ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ വൈകല്യത്തെ ചൂഷണം ചെയ്യില്ല. നിങ്ങൾ അതും ചെയ്തു കളഞ്ഞല്ലോ.
ഇനിയിപ്പോൾ അതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് ഇനി കൂടുതലായിട്ട് സംസാരിക്കാനും താല്പര്യമില്ല. നിഷയുടെ അച്ഛൻ വന്നിട്ട് പറയാണ്, മോനെ എല്ലാം അറിയാലോ, കേട്ടോടോ രാഹുലേ, മൂത്ത മോളുടെ കല്യാണം നടത്താൻ പറ്റിയില്ല. ഇപ്പോൾ ഇതും ഇങ്ങനെയായി. എങ്കിലും ഇനി ഇവളുടെ ജീവിതം ആർഭാടമായിരിക്കണം. ഇത്തിരി മുൻകോപം കൂടുതലാണ് മോൾക്ക്. എങ്കിലും മോനെ അവൾക്ക് ജീവനാ. റോഹൻ്റെ കാര്യത്തിലും സംശയമൊന്നും വേണ്ടടോ. ഇവൻ തൻ്റെ മോളെ ജീവൻ്റെ ജീവനായിട്ട് തന്നെ കാണും. ചിലപ്പോൾ ജീവൻ എടുക്കുകയും ചെയ്യും. എന്താടോ? അപ്പോൾ മനുവും ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, അല്ല, സ്നേഹിച്ച് ജീവൻ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ സ്നേഹിച്ച് കൊല്ലും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് കളയും. ഓ അങ്ങനെ. ഇവനെ തനിക്കൊട്ടും മനസ്സിലായില്ലെന്നാണ് ഇവൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഉപദേശം എനിക്ക് തരുമായിരുന്നോ? അച്ഛൻ്റെ മോളെ പൊന്നുപോലെ നോക്കുമല്ലോ ഞാൻ. അതറിയാം മോനെ. എങ്കിലും ഏതൊരച്ഛനും അമ്മയ്ക്കും പെൺമക്കൾ പോകാനിറങ്ങുമ്പോൾ ഒരാശങ്ക ഇല്ലാതിരിക്കുമോ? അങ്ങനെ ഒരാശങ്ക ഇവൻ്റെ കാര്യത്തിൽ വേണ്ട എന്നാണ് ഇവൻ പറഞ്ഞത്. ഒരുപാട് ആലോചനകൾ വന്നതാ. ഞാൻ തന്നെ ഒരു 10-15 കൊണ്ടുവന്നതാ മനോഹറിനെ പറ്റി രാഹുലിനെ പറ്റി പറയാണ്. സോറി, മനോഹറിനെ പറ്റിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ പറയാണ്. ആരെയും ഇവൻ ഇഷ്ടപ്പെട്ടില്ല. ബന്ധത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെയൊന്നും കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ തന്നെ പരാതിയോട് പരാതിയാ. അതുകൊണ്ടല്ലേ അച്ഛാ ഞാൻ പറഞ്ഞത്, മരണം നടന്നെങ്കിലും പിടിച്ച പിടിയാലേ കല്യാണം നടത്താമെന്ന്. ഇനിയിപ്പോൾ എൻ്റെ മാമൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ കല്യാണം നീട്ടിവെച്ചാൽ എന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന മുറപ്പെണ്ണ് ചിലപ്പോൾ അവരൊക്കെ ഇടയിലേക്ക് കയറി വരും. അങ്ങനെ ഒരു ടെൻഷൻ ഇവനുണ്ടായിരുന്നു. അതിവൻ നേരത്തെ തന്നെ എന്നോട് സൂചിപ്പിച്ചതാ. രാഹുൽ പറയാം. ഏതായാലും എല്ലാം മംഗളമായി നടന്നല്ലോ. എൻ്റെ മോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. അപ്പോൾ രാഹുൽ, അവളെ ഏൽപ്പിച്ച് കഴിഞ്ഞല്ലോ കതിർമണ്ഡപത്തിൽ വെച്ച് തന്നെ. എങ്കിലും പുറപ്പെടുമ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ പുറപ്പെടൽ ഒന്നൊന്നര പുറപ്പെടലാ, സ്ഥിരമായി തിരിച്ചു വരാനുള്ള പുറപ്പെടൽ. പിന്നെ അവളുടെ അച്ഛൻ പറയാണ്, നമ്മളെ വിട്ടുപോകുന്ന മോൾക്ക് ഇത്രയും സങ്കടമില്ല, പിന്നെ നീ എന്തിനാടി കണ്ണിങ്ങനെ നനക്കുന്നത്? ഞാൻ മനഃപൂർവ്വം കണ്ണ് നനച്ചതാണോ? എൻ്റെ കണ്ണ് നനഞ്ഞു പോയതല്ലേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി മോളെ ഇവൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ആൻറ്റിയും അങ്കിളും പ്രയാസപ്പെടുന്നത്. ഇവൻ സ്നേഹിക്കുന്നവരെ ഉടുമ്പിനെ പോലെ പിടിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ആർക്കും വിട്ടുതരില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, നാണം കെട്ടവന്മാർ, നിൻ്റെയൊക്കെ കാല് വാരി നിലത്തടിക്കേണ്ടതാ. രണ്ടായിട്ട് വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അയാൾ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, ഛേ. അപ്പോൾ നിഷയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താടോ? അത് ഒരു പ്രാണി മുഖത്ത് പറ്റിയെന്നാണ് തോന്നുന്നത്. അപ്പം പിന്നെ പുറപ്പെടാൻ സമയമായി. കേറിക്കോ മോളെ എന്ന് പറഞ്ഞപ്പോൾ അവൾ അച്ഛനെയും അമ്മയെയും ഒക്കെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ നിഷയുടെ അച്ഛൻ അമ്മയോട് പറയാണ്, ഇങ്ങനെ ഒരു ബന്ധം നമ്മളെ കുടുംബത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. എന്നിട്ടും അവളുടെ ഒരു കരച്ചിൽ കണ്ടില്ലേ? അപ്പോൾ അമ്മ പറയാണ്, എത്ര നല്ല ബന്ധം കിട്ടിയാലും പെൺമക്കൾ പോകുമ്പോൾ കണ്ണ് നനയില്ലേ ദാസേട്ടാ. ഇനിയെന്നും ചിരിച്ച മുഖവുമായിട്ട് നമ്മളെ മോളെ കാണുമ്പോൾ കരച്ചിലൊക്കെ മാറിക്കോളും. അങ്ങനെ അവരുടെ വണ്ടി രാഹുൽ മനോഹർ വാങ്ങിച്ച ആ വീട്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ തന്നെ 2-3 പേരുണ്ടായിരുന്നു, സ്ത്രീകൾ. അപ്പോൾ അവർ വിളക്കൊക്കെ കത്തിച്ചു കൊണ്ടുവന്നിട്ട് അവരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്വീകരിക്കുമ്പോൾ മനു പറയാണ്, ഇതൊക്കെ എൻ്റെ മാമിമാരാണ്, ഇവരോട് മാത്രമേ ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും വലത് കാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും അവൾ വിളക്ക് വാങ്ങിച്ച് ആ സമയത്ത് മനു പറയാണ്, വലത് കാല് വെച്ച് തന്നെ കയറണേ മോളെ, എന്നാലേ പെട്ടെന്ന് തന്നെ ഇടത് കാല് വെച്ച് ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ എല്ലാവരും കൂടി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം മനോഹർ വീണ്ടും അവിടെ പുറത്തു നിന്നിട്ട് ആലോചിക്കുകയാണ്. അങ്ങനെ കല്യാണരാമനായ മനോഹറിന് വീണ്ടും ഒരു കല്യാണം കൂടി. ഇനി അവൾക്കും മധുവിധുവായി. അത് നന്നായി ആഘോഷിക്കാൻ മനോഹറിന് അറിയാം. അവളെ വിളക്കവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ മനോഹറും എത്തി. എന്നിട്ട് പറയാണ്, പ്രാർത്ഥിക്കും മോളോ, നന്നായി പ്രാർത്ഥിക്ക്. പിന്നെ കാണിക്കുന്നത് കല്യാണിയെയാണ്. കല്യാണി അതൊക്കെ ചെയ്യുകയാണ്, കണക്കൊക്കെ കൂട്ടുകയാണ്. ആ സമയത്ത് അവിടേക്ക് കിരൺ വരികയാണ്. അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, കല്യാണത്തിന് പോയിട്ട് എങ്ങനെയുണ്ട്? വിധിയോടെയാണല്ലോ പോയത്, എങ്കിലും താലികെട്ട് കണ്ടിട്ടാ നമ്മൾ അവിടുന്ന് മടങ്ങിയത്. നിങ്ങളെ ആരും ആട്ടിപ്പായിച്ചില്ലേ? ഇല്ല. പക്ഷേ പയ്യൻ്റെ മുഖം കാണാൻ പറ്റിയില്ല. മുഖമൊക്കെ വടക്കൻ ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. മുഖം മുല്ലമാല കൊണ്ട് മറച്ചിട്ട്. മേഘനയുടെ അമ്മ വന്ന് നമ്മളെ ആക്ഷേപിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോകണ്ടാന്ന്. കിരണേട്ടാ,
അവിടെ കല്യാണം കൂടാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അയലത്തെ വീട്ടിലെ ഏട്ടനെ അറിയാവുന്ന ഒരാൾ, സരയുവിൻ്റെ അച്ഛൻ. അവിടെ വന്നിട്ട് അയാളെയും കല്യാണം വിളിച്ചതാണല്ലോ, അതുകൊണ്ട് അയാൾ പോയതായിരിക്കും. എന്തായാലും ആ പെൺകുട്ടിയുടെ ജീവിതം അത്ര ശോഭനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മേഘനയുടെ മനസ്സ് അത്രയും വേദനിച്ചിട്ടുണ്ട്. എങ്കിലും അവൾ ഒരിക്കലും അനിയത്തിയെ ശപിക്കില്ല. അവൾക്ക് നല്ല ജീവിതം കിട്ടണം എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ കിരൺ പറയാണ്, അങ്ങനെ പ്രാർത്ഥിച്ചാലും അവളുടെ മനസ്സിലെ വിങ്ങൽ ദൈവം കാണാതിരിക്കുമോ? അതൊക്കെ പോട്ടെ, നാളെ നമുക്ക് ഒരു പർച്ചേസ് ഉണ്ട്. ടെക്സ്റ്റൈൽസിൽ പോയി ഡൽഹിക്ക് പോകുമ്പോൾ നിനക്ക് കൊടുക്കാനായിട്ട് നല്ല നല്ല സാരികൾ വാങ്ങണം. അല്ല, കിരണേട്ടൻ ഇന്നൊരു മീറ്റിങ്ങിന് പോയതല്ലേ, എന്നിട്ട് എന്തായി? പിന്നെ അവനൊരു വിഷമായി അവൻ അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്താ കിരണേട്ടാ? അടുത്തടുത്ത ദിവസങ്ങളിലായി ഒരു 4-5 കൊട്ടേഷനുണ്ട്. അത് അറ്റൻഡ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. ഹരിയേട്ടനെ മാത്രം വിട്ടാൽ മതിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റില്ല. അയ്യോ, അപ്പോൾ കിരണേട്ടൻ ഇല്ലാതെയാണോ ഞാൻ പോകേണ്ടത്? എൻ്റെ കല്യാണി, നീ ഫ്ലൈറ്റിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ നിന്നെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക്, ഫുൾ സെക്യൂരിറ്റിയാ. ഇനിയിപ്പോൾ ഇതൊക്കെ പരിചയപ്പെട്ടേ പറ്റൂ. എനിക്ക് പേടിയുണ്ട്, എന്നാലും അത്ര വലിയ പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് പോകാൻ. പക്ഷേ കിരണേട്ടൻ ഇല്ലെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം മുഴുവനും ചോർന്നു പോകും. അതുപോലെ തന്നെ ഒരാഴ്ചയൊക്കെ എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? അതോർക്കുമ്പോൾ എനിക്കും നല്ല വിഷമമുണ്ട് മോളെ. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടല്ലേ. എന്നാൽ പിന്നെ ഈ യാത്ര അങ്ങ് ക്യാൻസൽ ചെയ്താലോ? ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ഇത് നോക്കിയാൽ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഈ ഒരൊറ്റ ഫെസ്റ്റിവലിൽ നീ പങ്കെടുക്കുന്നതോടെ കുറച്ചുകൂടെ നീ ആൾക്കാരുടെ ഇടയിൽ ഫേമസ് ആവും. ഒരു ഇൻ്റർനാഷണൽ ഫിഗറാവാനുള്ള അവസരമാണ് നിനക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അവിടെ നിന്നെ ആദരിക്കുന്ന ചടങ്ങ് മാത്രമല്ല, അവിടെ പെയിൻറ്റിങ് കോമ്പറ്റീഷനും കൂടി ഉണ്ട്. അതിൽ നീ ഒന്നാമതെത്തണം. എൻ്റെ ഊർജവും ബലവും ഒക്കെ എൻ്റെ കിരണേട്ടനാ. ആ കിരണേട്ടൻ അരികിലില്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോയെന്നറിയില്ല. എന്നെ മനസ്സിലിട്ടുകൊണ്ട് നീ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടിറങ്ങിയാൽ മതി. വിജയം സുനിശ്ചിത. അത് കേട്ടപ്പോൾ പിന്നെ അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ എണീറ്റ് അവൻ ഇരുന്നിടത്ത് വന്ന് അവൻ്റെ തോളിൽ തലയും ചായച്ച് കിടക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.